എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കോളിഫ്ലവർ ബജിയാണ്. ഞങ്ങളുടേതായ രീതിയിലുണ്ടാക്കിയ കോളിഫ്ലവർ ബജിയാണ്. ആദ്യം നമ്മൾ കോളിഫ്ലവർ ചെറുതായിട്ട് അരിഞ്ഞ് ചൂടുവെള്ളത്തിലിട്ട് വേവിച്ചു. എന്നിട്ട് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടു നന്നായിട്ട് ഇതാകാനായിട്ട് 5 മിനിറ്റ് നമ്മൾ വെച്ചു. അത് കഴിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ അകത്തോട്ട് നമ്മൾ തന്നെ കുരുമുളക് പൊടി ഇട്ടു. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടേതായ രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്ന്. ആവശ്യത്തിന് ഇച്ചിരി എരിവിന് കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം ഞങ്ങൾ മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് മസാല ഇതിലോട്ട് പോകാം. കടലമാവിൻ്റെ അകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ മുളക് പൊടി ഇട്ടു, ഇച്ചിരി ഉപ്പുകൂടി ഇട്ട്, മുളക് പൊടി നമ്മുടെ ആവശ്യത്തിനൊക്കെ കേട്ടോ. കളർ ഞങ്ങളിത് കാശ്മീരി മുളക് പൊടിയല്ല, സാധാ മുളക് പൊടിയാണ് ഇട്ടത്. പിന്നെ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല കുഴമ്പ് ഇച്ചിരി നമുക്കറിയാമല്ലോ ഒരു ഇതനുസരിച്ച് നമ്മൾ മാറ്റി വെക്കണം. നന്നായിട്ട് ഇച്ചിരി മിക്സായി നല്ലപോലെ മിക്സാക്കി ഒരുമാതിരി നല്ല രീതിയിൽ നമുക്കറിയാമല്ലോ മിക്സായി എന്ന് അറിയുന്നിടം വരെ നമുക്ക് മിക്സാക്കിക്കൊണ്ടിരിക്കണം. അത് മിക്സാക്കി ഇതിൽ ഇച്ചിരി ഒരു മിക്സായി കിട്ടും. ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇച്ചിരി ലൂസായി കഴിയുമ്പോഴത്തേക്കും നല്ല ഇതായി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ട് നമ്മൾ പയ്യെ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. ഉപ്പുണ്ടല്ലോ എന്ന് അറിയാനായിട്ട് ഇച്ചിരി ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കി കഴിയുമ്പോഴത്തേക്കും നല്ല മിക്സാക്കി കഴിഞ്ഞ് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ പയ്യെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൊത്തം ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ഞങ്ങളൊരു 5-10 മിനിറ്റ് നമ്മളിത് മിക്സാക്കിയിട്ട് ഞങ്ങൾ വെച്ച് കേട്ടോ. മിക്സാക്കി വെച്ച് കഴിഞ്ഞിട്ടാണ് നല്ല രീതിയിൽ അതെല്ലാം പിടിച്ചതൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് നല്ല രീതിയിൽ ഇളക്കണം കേട്ടോ. കൈ ഇടാതെ നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തു കഴിഞ്ഞ് നല്ല രീതിയിൽ ഇളക്കി ഒരുമാതിരി സെറ്റായി കഴിഞ്ഞ് ഞാൻ 5 മിനിറ്റ് മാറ്റി വെച്ചു. ആ സമയത്ത് നമ്മൾ ചീഞ്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകാൻ വേണ്ടി കാത്തിരുന്നു. ചൂടായിക്കൊണ്ടിരുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്തോട്ട് പയ്യെ ഈ കോളിഫ്ലവർ പയ്യെ ഇട്ട് കൊടുത്തു. ഇത് ഞങ്ങൾക്കൊരു 3-4 ട്രിപ്പ് വറുക്കാനുള്ള കോളിഫ്ലവർ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇടയ്ക്ക് പയ്യെ കൊച്ച് വഴക്കായി. പിന്നെ ഞാൻ അങ്ങോട്ട് പോയി പിന്നെ അവിടെ നിന്ന് പയ്യെ ഇളക്കി കൊടുത്തു. ഞാൻ മൂന്നാമത്തെ പണിയാണ് ഇപ്പം എടുത്തത്. പിന്നെ അത് ഞാൻ ഒന്ന് വറുത്തു. പിന്നെ നമ്മൾ വറുത്ത് കോരി വെട്ടത്തോട്ട്
താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ എൻ്റെ കൂട്ടുകാരെ. ബൈ ബൈ.